ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചക്ക പുഴുക്കാണ്. ചീനിപ്പുഴുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് പച്ചക്ക പുഴുങ്ങാം. സാധാരണ ഈ പച്ചക്ക പുഴുങ്ങി കഴിക്കുന്ന ഷുഗറൊക്കെ ഉള്ളവർ ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. അപ്പം കടയിൽ നിന്ന് പോയി എണ്ണപ്പലഹാരം മേടിച്ച് കഴിക്കുന്നതിലും നല്ലതല്ലേ പച്ചക്ക പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് പുഴുങ്ങാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പുഴുങ്ങാനായിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കായെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റാം. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കണം, എങ്കിലേ കഴിക്കാനൊരു ഗുമ്മുള്ളു. ഇപ്പം നല്ല പച്ച കളറിലിരിക്കുക. അത് വെന്ത് വരുമ്പം ഈ വെച്ച തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ നമ്മുടെ പാത്രത്തിലായി കഴിഞ്ഞു. ഇത് നമുക്ക് കുക്കറിൽ വേവിക്കുവാണെങ്കിൽ ഉപ്പൊഴിക്കാം. ഉപ്പൊഴിച്ചാൽ ഉപ്പും കൂടെ കായിൽ പിടിച്ചു. ചമ്മന്തിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. 5 മുളകേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ മുളകിന് നല്ല എരിവുള്ളത് കാരണം 5 എണ്ണ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് വറുക്കാനായി ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമുക്ക് മുളകിട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി മുറിച്ചിടേണ്ടവർക്കും മുറിച്ചു വിടാം. ഞാൻ മുറിക്കാതാണ് ഇട്ടേക്കുന്നത് ഉള്ളി. ഇങ്ങനെ ഇട്ടും കുഴപ്പമൊന്നുമില്ല. ഈ ചമ്മന്തി കല്ലിൽ അരച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിലും രുചിയാണ് കല്ലിൽ അരച്ചാൽ. കല്ലൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടുകളിലില്ല. പുളി ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉള്ളി അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി നമുക്കിനി വറുത്ത് വെച്ചേക്കുന്ന മുളകൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടാഞ്ഞ അത് നേരത്തെ ഇടാഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് ഉപ്പ് ഇടാഞ്ഞ. ഇനി ഈ ഉപ്പ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നാടൻ മുളക് ഉള്ളി ഇടിച്ച ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കാപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമ്മുടെ പുഴുങ്ങിയത് ചമ്മന്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.